എല്ലാവർക്കും നമസ്കാരം. റാവുംകൂട്ട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടവരുണ്ടെന്ന് തോന്നുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ശ്രീരാജ് എന്ന് പറയുന്ന പുതിയൊരു സംവിധായകൻ ആണ് ഇതിൻ്റെ ഡയറക്ടർ. ശ്രീരാജ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ബാക്കി കാസ്റ്റ് ഒരു എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ നിർമ്മിക്കപ്പെട്ട് ഷൈജു ഖാലിദ് ക്യാമറ ചെയ്ത്, വിഷ്ണു വിജയ് മ്യൂസിക് ചെയ്ത്, ഷഫീഖ് മുഹമ്മദ് അലി എഡിറ്റ് ചെയ്ത്, പിന്നെ ഈ പറയുന്ന ഈ നിരയിലിരിക്കുന്ന ഒരു പറ്റം ആളുകൾ അഭിനയിച്ച സിനിമയാണ്. സംബിക, ചാന്ദിനി, ശിവജിത്തേട്ടൻ, അങ്ങനെ സബീഷേട്ടൻ, നമ്മുടെ നിയാസിഫ്, എല്ലാവരും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 10-90 ദിവസത്തോളം 100 ദിവസത്തിൻ്റെ മേലെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. തൃശ്ശൂർ ഭാഗത്തൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഈ പറയുന്ന ഒരു കള്ള് ഷാപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു നാടൻ പാട്ടുകളൊക്കെ ഉള്ള ഒരു നാട്ടിൻപുറത്തെ ഒരു കള്ള് ഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളൊക്കെയാണ് ഈ സിനിമ. ഒരു ഡാർക്ക് കോമഡി സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുന്ന പോലത്തെ ഒരു ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ്. ഈ പറയുന്ന പോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ വരുന്ന പോലെയൊക്കെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ശ്രീരാജിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടിലുള്ള ഒരാളാണ് ശ്രീരാജ്. നമ്മൾ സ്ഥിരം പതിവ് രീതികളിൽ നിന്നൊക്കെ മാറിയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പുള്ളിയുടെ ഷോർട്ട് ഫിലിമൊക്കെ ആണെങ്കിലും തൂമ്പ എന്നൊക്കെ പറയുന്ന ഷോർട്ട് ഫിലിമിനൊക്കെ ഇങ്ങനത്തെ ഒരു കളറുണ്ട്. അതുപോലെ തന്നെയുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ഞങ്ങളെക്കാളും ഈ സിനിമ ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പറയുന്ന ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ട്. വളരെ പുതിയ ആക്ടേഴ്സ് ഉണ്ട്. കുറേ കാലങ്ങളായിട്ട് നാടകമൊക്കെ ചെയ്യുന്ന, നാടകത്തിലൊക്കെ വളരെ പോപ്പുലറായിട്ട് നിന്ന ആക്ടേഴ്സൊക്കെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളുടെ കാത്തിരിപ്പാണ് ഈ സിനിമ. അപ്പോൾ ഞങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമയിൽ വരികയും അഭിനയിക്കുകയും ഇപ്പോൾ റിലീസിൻ്റെ അന്ന് വരെ പല നാടുകളിൽ നിന്നൊക്കെ ആയിട്ട് ഇവിടെ കൊച്ചിയിൽ വന്ന് വനിതയിൽ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന, ഭയങ്കര പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ സ്വപ്നം പൂവണിയുന്ന ഒരു ദിവസവും കൂടിയാണല്ലോ. അപ്പോൾ ഈ സിനിമ അവർക്കുള്ളതാണ് ആക്ച്വലി. ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഈ ആക്ടേഴ്സും പിന്നെ ഒരുപാട് പുതിയ സെറ്റ് ഓഫ് വേറെ കുറേ ടെക്നീഷ്യൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തന്നെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് ഇവരെല്ലാവരും തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സിനിമ നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ കണ്ടെടുത്തോളും കണ്ടവരൊക്കെ സംസാരിക്കുകയും വിളിക്കുകയും ഫോണിൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തവരുന്നൊക്കെ നല്ല അഭിപ്രായമാണ്. തിയേറ്ററിലും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് സൗബിക അല്ലേ?